ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിതിങ്ങോട്ട് കയറിപ്പോണെന്നറിയോ? തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ സ്വന്തം ബാൽക്കണിയിലേക്കാണേ. ബാൽക്കണീനെ പറ്റി പ്രത്യേകിച്ച് എന്താ പറയാനുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഒത്തിരി പറയാനുണ്ടേ. വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ബാൽക്കണി സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് സമാധാനപരമായ ഒരു ഇടം വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അത് ബാൽക്കണി തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ ഓർത്തു. ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് നിന്ന് ഈ കാറ്റൊക്കെ കൊള്ളാന്ന് പറഞ്ഞാൽ എന്താ രസമെന്നറിയോ? അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ തന്നെ ബാൽക്കണി സെറ്റ് ചെയ്യാൻ ഓർത്തു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൺട്രാക്ട് നല്ല രീതിയിൽ എനിക്ക് സെറ്റ് ചെയ്ത് തരുകയും ചെയ്തേ. നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ സ്ട്രെസ്സും ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അങ്ങ് റിലീഫായി പോണത് പോലും അറിയില്ല. ബാൽക്കണി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഊഞ്ഞാൽ കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്താ ബാൽക്കണി അല്ലേ? ഒരു ദിവസത്തെ സ്ട്രെസ്സ് മാത്രമല്ല, പഴയ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പോഴും ആ തണുത്ത കാറ്റൊക്കെ കൊള്ളാൻ നേരത്തും അതങ്ങ് മാറിപ്പോകുന്ന അറിയത്തേ ഇല്ലേ. വൈകുന്നേര സമയങ്ങളിൽ ഒരു കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ എന്താ സുഖമെന്നറിയോ? മഴ കൂടി ഉണ്ടെങ്കിൽ ആഹാ അന്തസ്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയില്ലായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭംഗി കൂടെ കാണിച്ചു തരായിരുന്നു. എന്നാലും ഞാൻ പറയുന്നതിലൂടെ അതിൻ്റെ ഒരു രസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാരണം വീട് പണിയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് കല്ലിടൽ, വാർക്കൽ, പിന്നെ അതിൻ്റെ ചിലവ് എല്ലാം ഞാനൊരു പേപ്പറിലാണ് എഴുതി വെച്ചിരുന്നത്. പിന്നെ ബാൽക്കണിയിൽ വീട് പണി കഴിഞ്ഞിട്ടിരുന്ന എൻ്റെ സ്വന്തം ഡയറിയിലോട്ട് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇതാണ് എൻ്റെ ബാൽക്കണിയിൽ ഇരുന്നുള്ള വ്യൂ. അത്യാവശ്യം പച്ചപ്പൊക്കെ ഉള്ളൊരു വ്യൂ തന്നെയാണ്. പിന്നെ എൻ്റെ സ്വന്തം ബാൽക്കണി കൊണ്ട് പറയുമല്ലേ, ഒരു പുഴയുടെ സൈഡിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തണുപ്പുണ്ടല്ലോ, ഒരു കൂളിങ്, അതൊക്കെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും കിട്ടാറുണ്ട്. പിന്നെ ബാൽക്കണി ഭംഗിയാക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും പുറകോട്ടല്ലായിരുന്നു. അത്യാവശ്യം ചെടികളൊക്കെ വാങ്ങിച്ച് പിന്നെ വള്ളിച്ചെടിയൊക്കെ ഹാൻഡ് റെയിലൊക്കെ ചുറ്റി ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നാലും കംപ്ലീറ്റ് അല്ല, എനിക്കൊരു മാറ്റൊക്കെ വാങ്ങിച്ച് ഒന്നുകൂടെ സെറ്റ് ചെയ്യണേ. വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഈ സമാധാനം റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ തപ്പിയിരുന്നേ. അങ്ങനെയാണ് ഞാനൊരു ബുദ്ധൻ്റെ പിക്ചർ എൻ്റെ സ്റ്റെയറിൻ്റെ സൈഡിൽ വരയ്ക്കാമെന്ന് പ്ലാൻ ചെയ്തത്. ഒരു പൂർണ്ണചന്ദ്രൻ്റെ ഫ്രണ്ടിലിരുന്ന് ധ്യാനം ചെയ്യുന്ന ഒരു ബുദ്ധൻ. അപ്പം അങ്ങനെ ഞാൻ കുറേ തപ്പിയാണ് ഈ സമാധാനം റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസിൽ വന്നാണ് ഈ ഒരു ബുദ്ധൻ്റെ പിക്ചറും പിന്നെ ഈ ഒരു പ്ലാന്റുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ബാൽക്കണീനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്ന ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.